കൊച്ചി മേയർ തർക്കത്തിന് പിന്നാലെ തൃശൂരിലും മേയർ സ്ഥാനത്തെ ചൊല്ലി തർക്കം. ലാലി ജെയിംസിനും ഡോക്ടർ നിജി ജസ്റ്റിനുമായാണ് തർക്കം ഉടലെടുത്തത്. ലാലി ജെയിംസ് മേയർ ആവണമെന്ന് ഒരു കൂട്ടം കൗൺസിലർമാർ ആവശ്യപ്പെട്ടപ്പോൾ ഡോക്ടർ നിജി ജസ്റ്റിനായി കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. തൃശൂർ കോർപ്പറേഷനിലേക്ക് 4ാം തവണയാണ് ലാലി ജെയിംസിനെ കൗൺസിലറായി ജയിച്ചത്. തൃശൂർ കോർപ്പറേഷനിലേക്ക് 4ാം തവണയാണ് ലാലി ജെയിംസ് കൗൺസിലറായി ജയിച്ചത്. റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. എന്നാൽ ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലും ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കിയേ തീരുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അതേസമയം ലാലിക്ക് വേണ്ടി കൂടുതൽ കൗൺസിലർമാർ രംഗത്തെത്തുന്നുണ്ട്. വിഷയം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വോട്ടിനിടാനും സമ്മർദ്ദമുണ്ട്. എന്നാൽ ഒരു തരത്തിലുള്ള നീക്കുപോക്കിനും വഴങ്ങാതെ നിൽക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. മേയർ സ്ഥാനത്തെ ചൊല്ലി ഉയർന്ന അഭിപ്രായ ഭിന്നതയിൽ പുകഞ്ഞ് കോൺഗ്രസ്. ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നിഷേധിച്ച നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ. KPCC മാനദണ്ഡങ്ങൾ പരിഗണിക്കാതെ നടത്തിയ പ്രഖ്യാപനം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദീപ്തി മേരി വർഗീസ് KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ KPCC വിഷയത്തിൽ ഇടപെടില്ല എന്നാണ് സൂചന. ദീപ്തിയെ ചർച്ചകളിലൂടെ അനുനയിപ്പിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. കൊച്ചി മേയറെ തെരഞ്ഞെടുക്കുന്നത് മുതൽ KPCC നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന് ദീപ്തി മേരി വർഗീസ് തന്നെ തുറന്നടിച്ചിരുന്നു. തർക്കമുണ്ടെങ്കിൽ KPCC നിരീക്ഷകനെത്തി പ്രശ്നം പരിഹരിക്കണമെന്നാണ് മാനദണ്ഡം. കോർ കമ്മിറ്റി വിളിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ വിളിച്ചില്ല. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കാര്യം KPCC പ്രസിഡന്റിനോട് അറിയിച്ചിട്ടുണ്ടെന്നും രഹസ്യ ബാലറ്റിലൂടെ കൗൺസിലർമാരുടെ അഭിപ്രായം തേടണമെന്നുമായിരുന്നു. അവസാന നിമിഷം രഹസ്യ ബാലറ്റ് ഒഴിവാക്കിയത് എന്തിനാണ്? കൗൺസിലർമാരുടെ പിന്തുണയിൽ നിലവിൽ പുറത്തുവന്ന കണക്ക് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം. പ്രഖ്യാപനത്തിന് മുമ്പ് ആശയവിനിമയം നടത്തിയിട്ടില്ല. കൂടുതൽ കൂടിയാലോചനകൾ ഉണ്ടാകണമായിരുന്നുവെന്നും ദീപ്തി പറഞ്ഞു. മേയർ പദവി കണ്ടിട്ടല്ല മത്സര രംഗത്തിനിറങ്ങിയത്. ആർക്കെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർ തിരുത്തട്ടെ എന്നും ദീപ്തി വ്യക്തമാക്കി.